അപ്പോൾ നമ്മൾ നയറയുടെ സെക്കൻഡ് ബർത്ത്ഡേ ഡെക്കറേഷൻ്റെ പരിപാടിയിലൊക്കെയാണ്. അപ്പോൾ സോമനും സൂരജും എല്ലാം നമുക്ക് ആർച്ചിൻ്റെ പരിപാടികളൊക്കെ ചെയ്തു തരുന്നത്. അപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ രേവതി ഉണ്ട്. ബലൂൺ നമുക്ക് വീർപ്പിക്കുന്ന മെഷീൻ ഉള്ളതുകൊണ്ട് വീർപ്പിക്കാൻ കുറച്ച് ഈസി ആയിരുന്നു. പിങ്കും വൈറ്റും തീമിലാണ് നമ്മൾ പ്രാവശ്യം ബലൂൺ മാർച്ചൊക്കെ സെറ്റ് ചെയ്തത്. നമ്മുടെ തീം ബട്ടർഫ്ലൈ തീമാണ്. അതുകൊണ്ടാണ് പിന്നെ നയറയുടെ ഡ്രസ്സും ഓൾമോസ്റ്റ് പീച്ച് ടു പിങ്ക് ആ ഒരു കളറാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിങ്കും വൈറ്റും തീം എടുത്തത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു നയറ സെക്കൻഡ് ബർത്ത്ഡേ വ്ളോഗ്. അപ്പം നയറൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം. അതേ നമ്മളെ ബലൂൺ ആർച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്ത് നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് നോക്കിയപ്പോൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ബർത്ത്ഡേൻ്റെ ഇടയിൽ നമുക്ക് ഇങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്ത് നോക്കാൻ നമ്മൾ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ബർത്ത്ഡേൻ്റെ ബാനറും ടേബിൾ മാറ്റും ഡെക്കോർ ഐറ്റംസും ഒക്കെ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. ബലൂൺ മാത്രം ഇവിടെ ഡേ ടു ഡേ എന്ന് പോയിട്ട് വാങ്ങിച്ചതാണ്. എനിക്കൊന്ന് ഈ ഒരു ആർച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഓരോ കളറിൻ്റെയും 200 ബലൂൺസ് വെച്ചിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ക്ഷീണിച്ച എല്ലാ പ്രാവശ്യവും അങ്ങനെ ബർത്ത്ഡേൻ്റെ സമയമാകുമ്പോൾ ഒരുമാതിരി ക്ഷീണം പിടിച്ചൊരവസ്ഥയൊന്നും ഉണ്ടാവാറ്. പക്ഷേ ഡ്രസ്സൊക്കെ ഇട്ടപ്പം നൈരങ്ങ് ആക്റ്റീവായേ. ഇത് കൊടുക്കണോ കയ്യിൽ? അവിടെ എവിടെ ഒരു മാസ്ക് ഉണ്ട്. ആ മാസ്ക് ഒന്ന് നമുക്കൊന്നും അറിയില്ല. പോലെ കിച്ചു ജംഗ്ഷനവിടെ അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനൽ ബർത്ത്ഡേ ടേബിളിൻ്റെ ഡെക്കറേഷനും ഫൈനൽ ഫിനിഷ് ആയിട്ടുള്ള നമ്മൾ കേക്ക് കട്ടാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം നയറൻ്റെ ബർത്ത്ഡേ തീം നമ്മൾ ബട്ടർഫ്ലൈ തീമിലാണ് ചെയ്തത്. അതുകൊണ്ട് ഞാനൊരു ബട്ടർഫ്ലൈ കേക്കും പിന്നെ അല്ലാണ്ട് ഒരു 2 ടയർ കേക്കുമാണ് ചെയ്തിട്ടുള്ളത്. നയറൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഈ സെയിം ഡ്രസ്സ് ഞാൻ ഇട്ടിട്ട് ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ കേക്ക് ബട്ടർഫ്ലൈ വെച്ചിട്ട് ഡെക്കോർ ചെയ്തത്. പിന്നെ നമ്മൾ മറ്റേ ആലിയ ഭട്ട് ഫേമസ് ആക്കിയ മിൽക്കി കേക്ക് ഇല്ലേ, അത് ഉണ്ടാക്കിയത്. കാരണം ഓഗസ്റ്റ് 7-ന് ലിതിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ അത് കൂടെ ഇതിൻ്റെ കൂടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കേക്കും കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ കേക്ക്സിക്കിൾ, പോപ്സിക്കിളും, കപ്പ് കേക്ക്സ്, ജാർ കേക്ക്, അങ്ങനെ കുറച്ച് കേക്കൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം ഞാൻ തന്നെ ചെയ്തു. ഓരോ ഫ്ലേവേഴ്സ് മാംഗോ ഉണ്ട്, മിൽക്കി ഉണ്ട്, ബട്ടർഫ്ലൈൻ്റെത് റെഡ് വെൽവെറ്റ് ആയിരുന്നു, മറ്റൊരു മിൽക്കി ഹണി ആയിരുന്നു നമ്മുടെ മെയിൻ കേക്ക്. സ്പാർക്കിളായിട്ട് ഞാൻ ചുമ്മാ വാങ്ങിച്ചതാട്ടോ. പക്ഷേ ഇതങ്ങ് ഭയങ്കര എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു. യൂഷ്വലി നമ്മൾ കത്തിക്കാറുണ്ട്, പക്ഷേ ഇതിവിടെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ കത്തുമെന്നൊന്നും അറിയാണ്ട് വാങ്ങിച്ചതാണ്. പക്ഷേ അത് നല്ല രസമുണ്ടായിരുന്നു. അത് ഞങ്ങൾ തീരുന്നതിന് പക്ഷേ പെട്ടെന്ന് കഴിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു പാക്കിലും കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റി മാറ്റി കത്തിക്കുന്നുണ്ടായിരുന്നു. അതങ്ങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനി എല്ലാവർക്കും കേക്ക് കട്ടിയുള്ള അവസരം കൊടുക്കാം. Happy birthday!
അപ്പോൾ ദേ നമ്മൾ ഫൈനലി നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞു. ബിരിയാണീൻ്റെ ചെമ്പ് ദേ പൊട്ടിച്ച് എല്ലാവരും ഫുഡൊക്കെ സെർവ് ചെയ്യാണ്. അപ്പം നമ്മളെ ബർത്ത്ഡേ പാർട്ടിയും എല്ലാം വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നായരുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്